Hello, hi guys, I'm Swali and welcome back to my channel Malayali Master. So guys, we will talk about a video content. We will കുറച്ച് ദിവസം മുമ്പ് അതായത് 1-2 ദിവസം മുമ്പ് ടിക്ടോക്ക് അടക്കം 59 ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്ലേ സ്റ്റോർ ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തമായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എന്തൊക്കെയാണ് വീണ്ടും ഒരു 10-25 ആപ്ലിക്കേഷൻസ് വീണ്ടും ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ആ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറയാം, എന്നിട്ട് ബാക്കി പറയാം അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്ന് സൂപ്പർ wallpaper flashlight, iPlayer and iWallpaper, powerful flashlight, solitaire game, junk file cleaning, composite Z, screenshot capture, അതേപോലെ തന്നെ ഇതെന്താ പെഡനാറ്റഫ് അങ്ങനെ എന്തൊരു സംഭവം. പിന്നെ വീഡിയോ മേക്കർ, സൂപ്പർ ബ്രൈറ്റ് ഫ്ലാഷ്ലൈറ്റ്, ആക്യുറേറ്റ് സ്കാനിങ് ഓഫ് QR കോഡ്, സിന്തറ്റിക് Z, daily horoscope wallpaper, health step counter, wallpaper level, car wallpapers, super flashlight, classic card game, file manager, Wuxia reader, plus weather, counter level wallpapers, pedometer. So guys, പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു പോയതാണ്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് താഴെ ഉണ്ടാവും. പിന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് നമ്മുടെ ഫോണിന് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് നമ്മുടെ ഫോണിന് ത്രെട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തവർക്കുള്ളൊരു ടിപ്പാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ വേഗം കയറുക, ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അങ്ങ് മാറ്റുക. ബിക്കോസ് ഈ ഒരു ഇത്രയും പറഞ്ഞ ആപ്ലിക്കേഷൻസ് മൊത്തം നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിനെയാണ്. അപ്പോൾ ഫേസ്ബുക്കിനുള്ളൊരു എതിരുള്ളൊരു സൈബർ അറ്റാക്ക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഗൂഗിളിൽ ഒരു എക്സ്പ്ലോറിൻ്റെ ഒരു ന്യൂസ് ഫീഡിൽ കണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. അപ്പോൾ ഞാൻ വേഗം എടുത്തും കയറ്റി അത് വീഡിയോ ആക്കി, അത്രേ ഉള്ളൂ. ഗൈസ് മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് നോയ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് ആപ്ലിക്കേഷൻസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തവരൊക്കെ വേഗം അൺഇൻസ്റ്റാൾ ചെയ്യുക, ശേഷം ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അങ്ങ് മാറ്റുക. അപ്പോൾ ഗൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫേസ്ബുക്ക് മാത്രമല്ല, നിങ്ങളുടെ ഗൂഗിളിൻ്റെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവർ ഫേസ്ബുക്ക് മാത്രമാണ് പറഞ്ഞത്, പക്ഷേ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്താളാം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ വിവരങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മുടെ ടിക്ടോക്കും അതേപോലെ തന്നെ 59 ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തതിൽ എല്ലായിടത്തും അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും പേരും അതേപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺ വരെ ഫോട്ടോ ആയിട്ട് നമ്മളെല്ലാവർക്കും സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും അറിഞ്ഞിട്ടില്ല, അധികം ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവരം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലീസിനും, നിങ്ങൾക്ക് പരിചയമുള്ള മാക്സിമം എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് അങ്ങനെയല്ല, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തു. കാരണം ഏത് ടൈപ്പുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് എല്ലാവർക്കും പല ആളുകളും യൂസ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ കൂടുതലും വരുന്നത് ഫ്ലാഷ് ലൈറ്റ് അതേപോലെ തന്നെ വാൾപേപ്പർ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നാളെ മുതൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ബാൻ ചെയ്ത കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെയുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ്, അപ്പോൾ നമ്മൾ എക്സെൻഡർ അതേപോലെ തന്നെ ഷെയർ ഇറ്റും പോയി. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് ആണ് ഞാനിപ്പോൾ ഇതുവരെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ മാക്ബുക്ക് അതേപോലെ തന്നെ ഐപാഡ്, ഐഫോൺ, ആൻഡ്രോയിഡ്, വിൻഡോസ്, ഇതിലെല്ലാത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചും കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസിനും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളത്തെ വീഡിയോയിൽ പറയാം, 1 by 1 ആയിട്ട് പറയാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് നല്ല വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ദിസ് ഈസ് സ്വാലി സൈനിങ് ഓഫ്.